ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ്ങിൻ്റെ ആ ഫാൻ എഡിഷൻ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഫോണാണ്. സാംസങ്ങിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് സീരീസും കൂടിയാണ് ഈ ഫാൻ എഡിഷൻ സീരീസ്. സോ ഈ ഫോൺ അല്ലെങ്കിൽ ഈ ഒരു സീരീസിലെ ഏറ്റവും പുതിയ S25 FE ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത്യാവശ്യം ഫാൻസിന് ഇഷ്ടപ്പെടാൻ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും 8K വീഡിയോ റെക്കോർഡിംഗ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഫോൺ ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. സോ അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് റേഞ്ച് സാധനം തന്നെയാണ്. ഒന്ന് അൺബോക്സ് ചെയ്ത് പരിശോധിക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഈ കാണുന്നതാണ് S25 FEയുടെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഫോൺ തന്നെയാണ് കാണുന്നത്. ഇതാണ് S25 FE. ഡിസൈൻ പതിവായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നല്ല പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിലേക്ക് കൂടുതൽ വരാൻ മുമ്പ് ബോക്സിൽ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ ബോക്സിനകത്ത് ഒരു ചെറിയ ബോക്സ്, അതിനകത്ത് ചാർജിങ് കേബിൾ, സിം ടൂള്, അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം, വേറെ ഒന്നുമില്ല അതിനകത്ത്. സോ അപ്പോൾ ഈ കാണുന്നതാണ് S25 FE. എന്തൊക്കെയാണ് ഈ ഫോണിൻ്റെ കാര്യങ്ങളെന്ന് ചുരുക്കി ഒന്ന് പറയാം. ഒന്ന് അറിഞ്ഞിരുന്നോളൂ. അടുത്തൊരു ഫോൺ വാങ്ങിക്കാൻ മുമ്പ് തീർച്ചയായിട്ടും ഉപകാരപ്പെടാം. ആദ്യം തന്നെ പതിവ് കാര്യങ്ങൾ, ഡിസൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാതെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, 8K വീഡിയോ റെക്കോർഡിംഗ് അടക്കം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. ഈ ഒരു പ്രൈസിൽ സെറ്റപ്പാണ്. 8K വീഡിയോ ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കൂ. സോ ഈ കാണുന്നതാണ് 8K വീഡിയോയുടെ ക്വാളിറ്റി. നമ്മുടെ വീഡിയോ 4K ആണ്. സോ നിങ്ങൾക്ക് ആ 8Kയുടെ ഫീൽ കിട്ടത്തില്ല, ബട്ട് എന്നാലും ആ ക്വാളിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ അത്യാവശ്യം നല്ലൊരു 8K റെക്കോർഡിംഗ്, 8K 30 FPS റെക്കോർഡിംഗ് വരുന്നുണ്ട്. 4K വീഡിയോയും ഷൂട്ട് ചെയ്യാം, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അസലായിട്ട് ഷൂട്ട് ചെയ്യാം. നമുക്ക് മെയിൻ ക്യാമറ കൊണ്ട് 4K ഷൂട്ട് ചെയ്യാം, 8K ഷൂട്ട് ചെയ്യാം. സെൽഫി ക്യാമറയിൽ 4K ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി ഒരു ഫോൺ തരുന്നുണ്ട്. ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാമ്പിൾസ്. ഫോട്ടോസ് ഒട്ടും തന്നെ മോശമല്ല, നല്ല ക്വാളിറ്റി ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഈ കാണുന്ന ഫോട്ടോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. 50 MP വൈഡ് ആംഗിൾ ക്യാമറ, 12 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 8 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്, 3x ഒപ്റ്റിക്കൽ സൂം അടക്കമാണ് വരുന്നത്. അതിൻ്റെ പോർട്രേറ്റ് ഇമേജുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 12 MP ആണ് ഫ്രണ്ട് ക്യാമറ. S24 FE നോക്കിയാൽ ഒരു 25% റെസൊല്യൂഷൻ ഇൻക്രീസ് ആണ് ഇതിൽ വരുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് അതിൻ്റെ ക്യാമറ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്നാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യാം. സോ നല്ലൊരു ക്യാമറയുള്ള ഫോണാണ്. പിന്നെ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് എഡിറ്റിംഗ് ആവശ്യം വരും. ഓട്ടോമാറ്റിക് ഇതിനകത്ത് ജനറേറ്റീവ് എഡിറ്റ് എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ നല്ല എഡിറ്റിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത് വേറെ ഇടത്തേക്ക് വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന സൗകര്യം. പിന്നെ ഓഡിയോ, നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ ഓഡിയോ ഒക്കെ എന്തെങ്കിലും നോയ്സ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഓഡിയോ ഇറേസർ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം. നമ്മളെടുത്തൊരു വീഡിയോ ആണ് ജസ്റ്റ് അങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് സ്ലോ മോഷൻ ആക്കുന്ന പരിപാടി, ഇൻസ്റ്റാൻറ്റ് സ്ലോ മോഷൻ എന്ന് പറയുന്ന സംഭവം, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എടുത്തൊരു ഫോട്ടോയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ സ്കെച്ച് ടു ഇമേജ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു റിയൽ ഒബ്ജക്റ്റിനെ അവിടെ പ്ലേസ് ചെയ്യുന്ന സൗകര്യം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒബ്ജക്റ്റ് ഇറേസർ, അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ക്യാമറയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ മറ്റു ഭാഗത്ത് വരുന്ന ഒരു എക്സ്ട്രാ സംഭവങ്ങൾ അതെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് സർക്കിൾ സെർച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക, സർക്കിൾ ചെയ്യുക, സെർച്ച് ചെയ്യുക, സിമ്പിൾ പരിപാടി. പിന്നെ ഗൂഗിളിൻ്റെ AI Pro ഒരു 6 മാസത്തെ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടും. തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ മറക്കണ്ട. ജെമിനൈ ആപ്പ് പ്ലസ് ജെമിനൈ ജിമെയിൽ ഡോക്സ് എക്സെട്ര എല്ലാ കാര്യങ്ങളും 2 TB സ്റ്റോറേജ് അടക്കം നിങ്ങൾക്ക് ഒരു 6 മാസത്തേക്ക്, അതായത് ഒരു 1950 രൂപ വർത്ത് വരുന്ന ഒരു സംഭവം. നിങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉപയോഗിക്കുക. പിന്നെ ജെമിനൈ ലൈവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം. ജെമിനൈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മദ്രാസി ശിവകാർത്തികേയന്റെ സിനിമ അതെങ്ങനെയുണ്ട്? നല്ല റിവ്യൂ ആണോ? മുരുകദോസ് സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ നായകനായ മദരാശി എന്ന സിനിമക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത, അതായത് സമ്മിശ്ര പ്രതികരണം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ മലയാളത്തിലാണ് ചോദിച്ചത്. സോ ഇങ്ങനെ ലൈവായിട്ട് നമുക്ക് ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റും. ഓൾറെഡി ഞാൻ ഒരുപാട് കാണിച്ചു തന്നാണ്, സോ കൂടുതൽ പറയുന്നില്ല. സോ ജെമിനൈ ലൈവ് എല്ലാ സംഭവങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ആ ഗൂഗിളിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കുക. സോ മൊത്തത്തിൽ ഇതിൻ്റെ ക്യാമറ അതേപോലെ AI ഫീച്ചേഴ്സ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, വിഷയങ്ങളൊന്നുമില്ല. പെർഫോമൻസിലേക്ക് വരുമ്പോൾ Exynos 2400 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 4nm പ്രോസസ്സറാണ്. 24 FE അപേക്ഷിച്ച് ബെറ്റർ ആയ ഒരു എഫിഷ്യൻ്റ് ആയ ഒരു കൂളിംഗ് സിസ്റ്റം കാരണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഫസ്റ്റ് അവർ ലിക്വിഡ് തെർമൽ ഇന്റർഫേസ് മെറ്റീരിയലും വരുന്നുണ്ട്, ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ. അത്യാവശ്യം നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അത് അവിടെ കാണുന്ന പോലെ നൈസായിട്ട് ഗെയിം കളിക്കാം. അപ്പോൾ അതിൽ ഹീറ്റ് ആവാതെ നോക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. One UI 8 ആൻഡ്രോയിഡ് 16, അതായത് ആൻഡ്രോയിഡ് 16 ബേസ്ഡ് One UI 8 ആണ് വരുന്നത്. 7 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അതിൻ്റെ ഒപ്പം ബാറ്ററി നോക്കി കഴിഞ്ഞാൽ 4900 mAh, അതായത് 5000 mAhന്റെ റേഞ്ചുള്ള ഒരു ബാറ്ററിയാണ്. അതൊരു സാധാരണ ബാറ്ററി തന്നെയാണ്. അതേപോലെ തന്നെ ചാർജിങ് നോക്കിയാൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വയേർഡ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ Qi to വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു സാധാരണ യൂസിന് നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുന്നു, എല്ലാ ഫീച്ചേഴ്സും വേണമെന്നുണ്ടെങ്കിൽ ഡീസൻ്റായ പെർഫോമൻസ് കൂടി ലോങ് ടൈമിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Wi-Fi 6E, ബ്ലൂടൂത്ത് 5.4, പിന്നെ NFC പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാംസങ് വാലറ്റിൽ ബാങ്ക് കാർഡൊക്കെ ആഡ് ചെയ്ത് വെക്കാം. എല്ലാതരം ഐഡികളും കാര്യങ്ങളും ആഡ് ചെയ്ത് വെക്കാം. NFC വഴി നമുക്ക് ടാപ്പ് ആൻഡ് പേയുടെ പേയ്മെൻറ്റുകൾ നടത്താൻ പറ്റും. പിന്നെ സെക്യൂർ ഫോൾഡർ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ സാംസങ്ങിൻ്റെതായ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്.
കോൾ റെക്കോർഡിംഗ് അടക്കം ചിലത് ചോദിക്കേണ്ട കോൾ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നു. അനൗൺസ്മെന്റ് ഇല്ലാതെ ഡീസെന്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കോൾ റെക്കോർഡിംഗ് സംവിധാനം, ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ സാംസങ്ങിന്റെ സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ ഒരു കാര്യം, S24 FE കയ്യിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ മാറ്റം. മറ്റേത് 2400E, എക്സിനോസ് 2400E ആയിരുന്നു, ഇതിൽ 2400, കുറച്ച് സ്ലൈറ്റ്ലി ബെറ്റർ ആയ പ്രോസറാണ്. മറ്റേത് 4700 mAh വരുന്നത് 4900 mAh, ചെറുതായിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. 25 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ 45 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉള്ളൂ എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും മാറ്റങ്ങളായിട്ട് കാണുന്നുവെങ്കിൽ വേണമെങ്കിൽ ഒന്ന് നോക്കാം. പിന്നെ IP68 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഡ്യൂറബിൾ ആയ ഫോണാണെന്ന് പറയാം. ഒപ്പം തന്നെ 7.4 mm തിക്നസ് വരുന്നുള്ളൂ, 190 ഗ്രാമിന്റെ വെയിറ്റ് ഉള്ളൂ. സോ ഓവർ വെയിറ്റോ കാര്യങ്ങളൊന്നും പറയാനില്ല, ഒരു സാധാരണ ഡീസന്റ് ആയ സെറ്റപ്പിലുള്ള ഒരു ഫോൺ. പിന്നെ ഇതിലും നിങ്ങൾക്ക് S24 FE കയ്യിലുള്ളവരാണെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി പറയാം, 7.4 mm ആണ് ഇതിന്റെ തിക്നസ്. മുമ്പ് 8.8 mm ആയിരുന്നു നമ്മുടെ S24 FE. പിന്നെ ഇതിന്റെ ലീക്സ് ആൻഡ് റൂമേഴ്സിൽ തന്നെ പറഞ്ഞിരുന്നത് ബിസിനസ്സൊക്കെ കുറെ കൂടി സ്ലിം ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം, അത് തീർച്ചയായിട്ടും നന്നായിട്ട് വന്നിട്ടുണ്ട്. S24 FEയേക്കാൾ നന്നായിട്ടുണ്ട് 25 FE. പിന്നെ വെയിറ്റ് നോക്കിയാലും 213 ഗ്രാം ആയിരുന്നു S24 FE, ഇത് വന്നിട്ട് 190 ഗ്രാമേ വരുന്നുള്ളൂ. സോ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം. സോ അതിൽ നിന്ന് ഇതിലേക്ക് മാറണം എന്നുള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാം. ഇനി ഇതിൽ ഞാൻ പറയാൻ ബാക്കിയുള്ളത് ഡിസ്പ്ലേ വന്നിട്ട് നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, ഒരു വിഷയമില്ല. സെറ്റ് സ്ലിമ്മറായ ബസസും കൂടി ചേരുമ്പോൾ നന്നായിരിക്കുന്നു. 6.7 ഇഞ്ച് വരുന്ന 120 Hz ഫുൾ HD ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ്. വിഷൻ ബൂസ്റ്റർ അടക്കമാണ് വരുന്നത്. സോ വിഷ്വൽ ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നല്ല നൈസ് ആയിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കി, യാതൊരു പ്രശ്നമില്ല, നല്ല ക്വാളിറ്റിയാണ്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. നല്ല ബേസ് ഉണ്ട്, ഇടി. ഈ റേഞ്ചിൽ ഒരു ഫോണിൽ നിന്നുള്ള സ്പീക്കർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. യാതൊരു വിഷയമില്ല, ജസ്റ്റ് ടാപ്പ് കൊടുത്താൽ ഈസി ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഒരു ഫ്ലാഗ്ഷിപ്പ് സാംസങ്ങിന്റെ ആ ഒരു S25 സീരീസിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറുകളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഫോണിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ പരിഗണിക്കാം. നല്ല 8K വീഡിയോ റെക്കോർഡിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂളിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. എക്സിനോസ് 2400 പ്രോസർ വരുന്നുണ്ട്. ഡീസൻ്റായ ഫാസ്റ്റ് ചാർജിങ്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ചാർജിങ് G2 വരുന്നുണ്ട് 15 വാട്ടിൻ്റെ. സോ അങ്ങനെ എല്ലാ ഘടകങ്ങളും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. AI ഫീച്ചേഴ്സ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. സാംസങ്ങിൻ്റെ യൂഷ്വലായ ഫീച്ചേഴ്സ് ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സാംസങ് ഫോൺ തന്നെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇത്രയും ഫീച്ചറുള്ളൊരു സാംസങ് ഫോൺ നോക്കുന്നവർക്ക് കൊള്ളാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അത്രയുമാണ് നമ്മുടെ S25 FEയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.